നമസ്കാരം. നക്ഷത്ര വോയിസിന്റെ മറ്റൊരു ദൈവാധീന അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ വെറുമൊരു ആചാരത്തെക്കുറിച്ചോ വഴിപാടിനെക്കുറിച്ചോ പറയുന്നതല്ല. എല്ലാം തീർന്നു എന്ന് കരുതിയ ജീവിതങ്ങളെയും തകർന്ന വീടുകളെയും കണ്ണീരിൽ മുങ്ങിയ കുടുംബങ്ങളെയും പുനർജന്മം നൽകിയ ഒരു മഹാശക്തിയെക്കുറിച്ചാണ്. കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ശാന്തമായി നടന്നുകൊണ്ടിരിക്കുന്ന പലരും അറിഞ്ഞില്ലെങ്കിലും ജീവിതം തന്നെ തിരികെ നൽകിയ സാക്ഷാൽ മഹാദേവന്റെ ഏറ്റവും ശക്തിയേറിയ ഒരു പുഷ്പാഞ്ജലി. ലോകം മുഴുവൻ എതിരായി നിന്ന സമയത്ത് ഇനി വഴിയില്ല എന്ന് മനസ്സു പറഞ്ഞു നിൽക്കുമ്പോൾ ശിവൻ മാത്രം കൈപിടിച്ചുയർത്തിയ അനേകം ജീവിതങ്ങളുടെ യഥാർത്ഥ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പിടിവള്ളിയെങ്കിലും വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ദൈവം തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. ശിവൻ എന്ന് പറയുന്നത് ആരാണ്? സാക്ഷാൽ മഹാദേവൻ, സാക്ഷാൽ പരമേശ്വരൻ, ഈ ലോകത്തിലെ ഏകനാഥൻ, ഈ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളെയും പരിരക്ഷിക്കുന്ന പ്രപഞ്ചത്തിന്റെയും സർവചരാചരങ്ങളുടെയും ലോകനാഥനാണ് ശിവഭഗവാൻ. മഹാദേവ ക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന പുഷ്പാഞ്ജലി നിങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തെ ഭഗവാൻ ശിവൻ രക്ഷപ്പെടുത്തി നിങ്ങളുടെ ജീവിതം തിരികെ തരുന്ന അസുലഭ അവസരമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരു നിന്നു എന്നിരുന്നാലും ഭഗവാൻ ശിവൻ ഈ പുഷ്പാഞ്ജലി നടത്തിയ ഏതൊരാളെയും രക്ഷപ്പെടുത്തും. ഞാൻ പറഞ്ഞുവല്ലോ, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് സാക്ഷാൽ മഹാദേവനാണ്. ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു ശക്തി സമസ്ത ജീവജാലങ്ങളെയും പരിപാലിച്ചു പോയ ഒരേ ഒരു ശക്തിയാണ് സാക്ഷാൽ ശിവഭഗവാൻ. നിങ്ങളെ ആര് നശിപ്പിക്കാൻ നോക്കിയാലും അത് നടക്കില്ല. മഹാദേവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകത്ത് ഏത് കാര്യങ്ങളെയും ഏത് വിഘ്നങ്ങളെയും ഏത് തടസ്സങ്ങളെയും അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നേറുവാൻ സാധിക്കും. പുച്ഛിച്ചവരുടെയും വിധിയെഴുതി തള്ളിയവരുടെയും പരിഹസിച്ചവരുടെയും ഇടയിൽ കൂടി അവരുടെ മുമ്പിൽ തലയുയർത്തി പിടിച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയേറെ ശക്തിയുള്ള, ചെയ്താൽ 100% ഫലം കിട്ടുമെന്ന് ഉറപ്പുള്ള ഏറ്റവും ശക്തിയേറിയ പുഷ്പാഞ്ജലിയാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഇതെന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുഷ്പാഞ്ജലിയെക്കുറിച്ച് ഞാനിവിടെ പറയുന്നത്. നിങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുരിതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പമ്പ കടക്കും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും രക്ഷപ്പെടും. ഒരുപാട് അമ്മമാര് മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറുണ്ട്. അവരുടെ ജീവിതം രക്ഷപ്പെടാത്തതിനെ കുറിച്ച് ചിന്തിക്കാറുമുണ്ട്. മക്കളെ സ്നേഹിക്കുന്ന ഏതൊരു അമ്മയും ആ മക്കളെ മനസ്സിലോർത്ത് ആ മക്കൾക്ക് വേണ്ടി ഈ പുഷ്പാഞ്ജലി നടത്തിയാൽ അവരുടെ ജീവിതം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും നടത്താവുന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ആ പുഷ്പാഞ്ജലി ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അമ്മമാർ മനസ്സിലാക്കുക, സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രമല്ല, മകൻ്റെയോ മക്കളുടെയോ ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ചെയ്യാം. അവരെ മനസ്സിലോർത്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഒരു വഴിപാടല്ല. ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് കാണുവാനിടയായത് ദൈവാധീനം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഈ പുഷ്പാഞ്ജലി നടത്തേണ്ടത് ശിവക്ഷേത്രത്തിലാണ്. നിങ്ങൾ ഈ പുഷ്പാഞ്ജലി തുടർച്ചയായ 3 ദിവസങ്ങൾ നടത്തണം. ശനി, ഞായർ, തിങ്കൾ ഈ തുടർച്ചയായ 3 ദിവസങ്ങളിൽ വേണം ഈ വഴിപാടുകൾ നടത്തുവാനായിട്ട്. ശനി, ഞായർ എന്ന് പറയുന്നത് മഹാദേവന്റെ ദിവസങ്ങളാണ്. അപ്പോൾ ആദ്യത്തേത് ശനിയാഴ്ച ദിവസം ചെയ്യുക, രണ്ടാമത്തേത് ഞായറാഴ്ച, മൂന്നാമത്തേത് തിങ്കളാഴ്ച. ഇങ്ങനെ തുടർച്ചയായി 3 ദിവസങ്ങൾ ചെയ്താൽ മാത്രമേ ഈ പുഷ്പാഞ്ജലിയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഏത് ശനി, ഞായർ, തിങ്കൾ ദിവസമാണോ നിങ്ങൾക്കിത് ചെയ്യുവാൻ കഴിയുന്നത്, അങ്ങനെ നിങ്ങൾ ഫ്രീ ആകുന്ന സമയം ഏതാണോ ആ ഒരു സമയത്ത് ആ ഒരു ശനിയാഴ്ച തുടങ്ങി തിങ്കളാഴ്ച ഈ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ജീവിതത്തിൽ പെട്ടെന്ന് നടന്നു കിട്ടേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 ദിവസം തുടർച്ചയായിട്ട് ഈ പുഷ്പാഞ്ജലി ചെയ്യൂ. ജീവിതത്തിൽ ഒരേ ഒരു പ്രാവശ്യം മാത്രം ചെയ്യൂ. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭഗവാൻ സാധിച്ചു തരും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഭഗവാനായിട്ട് കാണിച്ചു തന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജീവിതത്തെ നിങ്ങൾ പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളിയായിട്ട് ഈ വീഡിയോയെ നിങ്ങൾ കാണുക. ഈ പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുക. ശനി, ഞായർ, തിങ്കൾ ഈ 3 ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി വേണം നിങ്ങൾ ഈ പുഷ്പാഞ്ജലി നടത്തുവാൻ.
കുളിച്ച് തൊഴുത് രാവിലെ തന്നെ പോയി ഈ പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുക. വ്രതശുദ്ധി എന്ന് പറയുമ്പോൾ 2 നേരവും നിങ്ങൾ കുളിക്കുക, 2 നേരവും നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുക. നോൺ വെജ് ഭക്ഷണങ്ങൾ, മാംസാഹാരങ്ങൾ പൂർണ്ണമായും ഈ 3 ദിവസങ്ങളിൽ നിങ്ങൾ ഉപേക്ഷിക്കുക. സസ്യാഹാരം മാത്രമാക്കുക. ഒരു രീതിയിലുമുള്ള ലഹരി വസ്തുക്കളും ഉപയോഗിക്കാതിരിക്കുക. മിതമായ രീതിയിലുള്ള ആഹാരം കഴിക്കുക. നിങ്ങൾ ആഹാരമൊന്നും കഴിക്കാതിരിക്കേണ്ട വ്രതം എന്ന് പറയുമ്പോൾ വ്രതശുദ്ധി അല്ലെങ്കിൽ മനഃശുദ്ധിയാണ് വേണ്ടത്. ആഹാരം നിങ്ങൾക്ക് കുറയ്ക്കാം, പക്ഷേ ആഹാരം കഴിക്കാതിരിക്കേണ്ട. ഈ 3 ദിവസവും ലൗകിക കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്ന് മനസ്സിന്റെ ശുദ്ധി ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ ശുദ്ധി ഉറപ്പുവരുത്തുക. 2 നേരവും നിർബന്ധമായിട്ട് കുളിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2 നേരവും നിലവിളക്ക് കൊളുത്തുവാൻ മറക്കരുത്. അതുപോലെ വീട്ടിൽ ഈ 3 ദിവസത്തേക്ക് ഒരു രീതിയിലും നിങ്ങൾ നോൺ വെജ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഈ കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് നേരെ അമ്പലത്തിൽ പോയി ശനി, ഞായർ, തിങ്കൾ ഈ 3 ദിവസങ്ങളിലും നിങ്ങൾ ഈ പുഷ്പാഞ്ജലി നടത്തുക. ഇനി എങ്ങനെയാണ് ഈ പുഷ്പാഞ്ജലി നടത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യ ദിവസം ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശനിയാഴ്ചയാണല്ലോ ആദ്യ ദിവസം. ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ആദ്യമായിട്ട് ഈ പുഷ്പാഞ്ജലി നടത്തുവാനായിട്ട് പോകുന്ന ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു നാളികേരം, ഒരു തേങ്ങ കരുതണം. അപ്പോൾ എന്തിനാണ് ഈ നാളികേരം? നിങ്ങൾ ആദ്യമായിട്ട് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശിവക്ഷേത്രങ്ങളിൽ ഗണപതി പ്രതിഷ്ഠ ഉണ്ടാകും. ഉപദേവനായിട്ട് അവിടെ ഗണപതി ഭഗവാൻ ഉണ്ടാകും. 95% ശിവക്ഷേത്രങ്ങളിലും ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ ഉണ്ടാകും. അപ്പോൾ ആ ഗണപതി ഭഗവാൻ നാളികേരം ഉടച്ച് വേണം നിങ്ങൾ ഈ വഴിപാട് നടത്തുവാനായിട്ട്. കാരണം എന്തൊരു കാര്യവും നടക്കണമെങ്കിൽ ഗണപതി ഭഗവാന് അതൊരു മഹാഹോമമായിക്കൊള്ളട്ടെ, മഹാപൂജ ആയിക്കൊള്ളട്ടെ, എന്തൊരു കാര്യത്തിനും മുന്നോടിയായിട്ട് നമ്മൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനും ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാവൂ. ഗണപതി പ്രീതി ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നിർവിഘ്നം, യാതൊരു വിഘ്നവും കൂടാതെ, യാതൊരുവിധ തടസ്സവും കൂടാതെ നമ്മൾക്ക് നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നാളികേരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിൽ നിന്നെടുക്കുക, അതല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുക, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വാങ്ങുവാൻ കിട്ടുമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം. അങ്ങനെ നിങ്ങൾ ഗണപതി ഭഗവാന്റെ നിന്ന് 3 പ്രാവശ്യം തലയ്ക്ക് ആ നാളികേരം ഒഴിഞ്ഞ് അവിടെ അടിച്ച് 12 പ്രാവശ്യം ഏത്തമിട്ട് അതോടൊപ്പം തന്നെ ഓം ഗം ഗണപതി എന്നുള്ള മന്ത്രം ഒരു 8 പ്രാവശ്യം ചൊല്ലി ഗണപതി ഭഗവാനെ നന്നായിട്ട് പ്രസാദിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ വഴിപാടിനായുള്ള രസീത് എടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഗണപതി ഭഗവാന് മുക്കുറ്റിയും കറുകയും സമർപ്പിക്കാൻ സാധിച്ചാൽ അതും ഏറ്റവും വലിയ ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും. മുക്കുറ്റിയും കറുകയും ഗണപതി ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട പുഷ്പങ്ങളാണ്. പറ്റിയാൽ നിങ്ങൾ ഒരു പൂക്കൊട്ടയിൽ അല്ലെങ്കിൽ ഒരു കവറിൽ കുറച്ച് പൂക്കൾ കൂടി കൊണ്ടുപോകുക. അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ശേഖരിച്ചതോ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്ന് ശേഖരിച്ചതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതോ ഏതുമായിക്കൊള്ളട്ടെ, കുറച്ച് പൂക്കൾ കൂടി നിങ്ങൾ കൊണ്ടുപോകുക. ഒരു പിടി പൂക്കൾ കൂടി നിങ്ങൾ കൊണ്ടുപോകുക. എല്ലാം ശിവക്ഷേത്രങ്ങളിലും മിക്കവാറും നന്ദികേശൻ ഉണ്ടാകും. ആ നന്ദിയുടെ ചുവട്ടിൽ നിങ്ങൾ ഈ പൂക്കൾ സമർപ്പിക്കുക. ചില ക്ഷേത്രങ്ങളിൽ ഈ നന്ദികേശന്റെ ചുവട്ടിൽ തന്നെ നിങ്ങൾക്ക് പൂക്കൾ സമർപ്പിക്കുവാൻ കഴിയും. എന്നാൽ മറ്റു ചില ഇടങ്ങളിൽ അവിടുത്തെ തിരുമേനിയായിരിക്കും അത് സമർപ്പിക്കുക. അങ്ങനെയാണെങ്കിലും അവിടുത്തെ തിരുമേനിയുടെ കൈവശം അത് കൊടുത്ത് തിരുമേനിയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. നിങ്ങൾ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുമെങ്കിൽ നന്ദിദേവന്റെ പാദത്തിലെങ്കിൽ അത് നിങ്ങൾ സമർപ്പിക്കുക. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മൾക്ക് സമർപ്പിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് പറയുവാൻ കഴിയുക. അപ്പോൾ ഒരു പിടി പൂ നന്ദിക്ക് സമർപ്പിക്കുക, അല്ലെങ്കിൽ അത് മാലയായിട്ട് നിങ്ങൾ വാങ്ങിക്കൊണ്ട് പോയാലും മതി. നിങ്ങൾക്ക് പൂവുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പൂക്കളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശുഭം. അപ്പോൾ ആദ്യ ദിവസം ശനിയാഴ്ച നിങ്ങൾ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു നാളികേരവും കുറച്ച് പൂക്കളും ഉണ്ടാകണം. ആദ്യം ഗണപതി ഭഗവാനെ തൊഴുത് നാളികേരം അടിക്കുക, പിന്നീട് നന്ദിക്ക് പൂക്കൾ സമർപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ ശിവക്ഷേത്രത്തിലെ ഭഗവാനെ നിങ്ങൾ വില്ലുപത്ര പുഷ്പാഞ്ജലി അല്ലെങ്കിൽ വില്ലുപത്ര അർച്ചന നടത്തുക. സർവ്വതും നശിച്ചവരെ പോലും കോടീശ്വരന്മാരാക്കി തീർത്ത
പുഷ്പാഞ്ജലിയാണ് വില്ലുപത്ര പുഷ്പാഞ്ജലി. ഈ വില്ലുപത്രം എന്ന് പറഞ്ഞാൽ കൂവളത്തില. പരമേശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട വൃക്ഷമാണ് കൂവളം. വില്ലുപത്രം കൊണ്ട് ശിവാർച്ചന നടത്തുന്നത് കോടിക്കണക്കിന് യജ്ഞങ്ങൾ ചെയ്ത ഫലത്തെയാണ് നൽകുന്നത്. ഗംഗ പോലുള്ള നദികളിൽ നീരാടിയ കാശി മുതൽ രാമേശ്വരം വരെയുള്ള ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയ ഫലം വില്ലുപത്ര പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ ലഭിക്കും. ശിവപൂജയ്ക്ക് ഏറ്റവും പ്രധാനമാണ് വില്ലുപത്രം. ഓരോ ഇതളും 3ആയി പിരിഞ്ഞ് ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിന്റെ ആകൃതിയിലാണ് ഈ ഇലയുടെ വിന്യാസം. അതിനാൽ ഇത് പരമേശ്വരന്റെ 3 കണ്ണുകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെയാണ് ഹൈന്ദവ വിശ്വാസം. അപ്പോൾ ഈ അർച്ചന ചെയ്യുന്നതിലൂടെ ജന്മാന്തര പാപങ്ങൾ പോലും നശിച്ച് മോക്ഷം ലഭിക്കും. അപ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ഈ വില്ലുപത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് അവരുടെ പേരിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതല്ല, ആ വീട്ടിലുള്ള എല്ലാവരുടെയും പേരിലാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, ഗൃഹനാഥന്റെയോ നാഥയുടെ പേരിലാണ് ചെയ്യുന്നതെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ഈ വഴിപാട് പുഷ്പാഞ്ജലി ഈ അർച്ചന നടത്താം. വില്ലുപത്ര പുഷ്പാഞ്ജലിക്കൊപ്പം നിങ്ങൾ ക്ഷീരധാര പാലുകൊണ്ട് ധാര ഭഗവാന് നടത്തണം. ഈ വില്ലുപത്ര പുഷ്പാഞ്ജലി നടത്തുമ്പോൾ, വില്ലുപത്ര അർച്ചന നടത്തുമ്പോൾ ക്ഷീരധാര കൂടി ഭഗവാന് നടത്തുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ക്ഷീരധാരയും കൂടി നടത്തണമെങ്കിൽ എപ്പോഴും തലേ ദിവസം തന്നെ അതിന് ചീട്ടാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് മുമ്പ് തലേ ദിവസം വെള്ളിയാഴ്ച തന്നെ ഈ 2 കാര്യങ്ങൾക്കും നിങ്ങൾ രസീത് എടുത്തു വെക്കുക. അങ്ങനെയാകുമ്പോൾ ക്ഷേത്ര അധികാരികൾക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു വെക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വെള്ളിയാഴ്ച സന്ധ്യക്ക് രസീതാക്കി വെച്ചോളൂ. ശനിയാഴ്ച രാവിലെ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ ഈ രസീത് കൈമാറിയാൽ മതി. ഒരുപാട് പൈസയൊന്നും ആവൂല, വളരെ തുച്ഛമായ പൈസയേ ആകത്തുള്ളൂ. അപ്പോൾ ഒരു വില്ലുപത്ര പുഷ്പാഞ്ജലിയും ഒരു ക്ഷീരധാരയും നടത്തുക. ഏതായാലും ഒരു 300 രൂപ താഴെ മാത്രമേ ഇത് രണ്ടും കൂടി നടത്തുവാനായിട്ട് നിങ്ങൾക്ക് ചിലവ് വരികയുള്ളൂ. ഇതാണ് നിങ്ങൾ ആദ്യ ദിവസം നടത്തേണ്ടത്. ഇനി രണ്ടാമത്തെ ദിവസം ഞായറാഴ്ച കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര ദർശനം നടത്തുക. ഇതേ വില്ലുപത്ര പുഷ്പാഞ്ജലിക്ക് തന്നെ രസീത് ചെയ്തെടുക്കുക. അതോടൊപ്പം തന്നെ ഇളനീർ അഭിഷേകം കൂടി നടത്തണം. ആദ്യ ദിവസം നമ്മൾ ക്ഷീരധാരയാണ് നടത്തിയത്. 2ാം ദിവസം ഇളനീർ അഭിഷേകം കൂടി വില്ലുപത്ര പുഷ്പാഞ്ജലിക്കൊപ്പം നടത്തണം. അതായത് 2ാം ദിവസം ഞായറാഴ്ച നിങ്ങൾ പോകുമ്പോൾ വില്ലുപത്ര പുഷ്പാഞ്ജലിയും ഇളനീർ അഭിഷേകവും ഇളനീർ ധാര ഇതാ നിങ്ങൾക്ക് ആദ്യ ദിവസം ശനിയാഴ്ച പോകുമ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അന്നേ തന്നെ നിങ്ങൾക്ക് രസീതാക്കാവുന്നതുമാണ്. ഇനി രണ്ടാമത്തെ ദിവസം ആദ്യ ദിവസം ചെയ്തതുപോലെ ഗണപതി ഭഗവാന് നാളികേരം അടിക്കണമെന്നില്ല. അതുപോലെ നന്ദികേശന് പൂക്കൾ സമർപ്പിക്കണമെന്നുമില്ല. ചെയ്താൽ ഏറ്റവും ശുഭകരമായിരിക്കുമെന്ന് മാത്രം. നിങ്ങൾ നന്ദികേശനെയും ഗണപതി ഭഗവാനെയും നന്നായി പ്രാർത്ഥിച്ചാൽ മതിയാകും. ഇനി 3ാമത്തെ ദിവസം വില്ലുപത്ര പുഷ്പാഞ്ജലിക്കൊപ്പം ജലധാരയും നടത്തി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ 3 ദിവസങ്ങളിലുമായി 3 ധാരയാണ് നിങ്ങളുടെ പേരിൽ ശിവഭഗവാന് സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ 3 ധാരകളും നടക്കുന്ന ഈ 3 ദിവസങ്ങളിലും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വില്ലുപത്ര പുഷ്പാഞ്ജലി വില്ലുപത്ര അർച്ചന നടത്തുക. ഈ 3 ദിവസങ്ങളിലും രാവിലെ തന്നെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി വേണം ഈ വഴിപാടുകൾ നടത്തുവാനായിട്ട്. സന്ധ്യക്ക് പോയി ഈ പുഷ്പാഞ്ജലി നടത്തണമെന്ന് വിചാരിച്ചാൽ അത് ശരിയല്ല. രാവിലെ തന്നെ പോയി വേണം ഈ വഴിപാടുകളെല്ലാം നിങ്ങൾ ചെയ്യുവാൻ. അപ്പോൾ ഈ 3 ദിവസവും വില്ലുപത്ര പുഷ്പാഞ്ജലിയും ധാരകളും നടത്തി ഭഗവാനോട് നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ പറഞ്ഞ്, നിങ്ങളുടെ ഭർത്താവിൻ്റെയോ നിങ്ങളുടെ മറ്റ് അംഗങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. എല്ലാം ശിവഭഗവാൻ നിങ്ങൾക്ക് നടത്തിത്തരും. നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ അമ്പലത്തിൽ ഇരുന്നിട്ട് വേണം നിങ്ങൾ പോരുവാനായിട്ട്. ഇനി നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ എത്തുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ബന്ധുവീടുകളിലോ മറ്റു ഓഫീസ് കാര്യങ്ങൾക്കോ ഒന്നും പോകരുത്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ 3 ദിവസം നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി വസ്ത്രം ധരിച്ച് നിങ്ങൾ നിലവിളക്ക് തെളിച്ച്
പ്രാർത്ഥിച്ചിട്ട് വേണം ക്ഷേത്ര ദർശനത്തിന് പോകാനായിട്ട്. 3 ദിവസങ്ങളിലും നിങ്ങൾ ഇത് ചെയ്യണം. അതുപോലെ തന്നെ ഈ 3 ദിവസങ്ങളിലും സന്ധ്യക്ക് നിലവിളക്ക് തെളിയിക്കണം. അപ്പോൾ 2 നേരങ്ങളിലും 3 ദിവസവും 2 നേരങ്ങളിലും നിർബന്ധമായിട്ടും നിങ്ങൾ നിലവിളക്ക് തെളിയിക്കണം. അപ്പോൾ വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും അംഗം നിലവിളക്ക് തെളിയിച്ചാലും മതി. 3 ദിവസങ്ങളിലും ഈ ഈശ്വര ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം പൂർണ്ണമായിട്ടും നിങ്ങളുടെ വീട്ടിൽ എത്തണം. അതുകൊണ്ടാണ് 2 നേരവും നിലവിളക്ക് തെളിയിക്കണമെന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 3 ദിവസവും സന്ധ്യക്ക് നിങ്ങൾ ഈ ബില്ലാഷ്ടകം ജപിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ അതും ഏറ്റവും പുണ്യമായ കാര്യമാണ്. വഴിപാടുകൾക്കായി അനേകായിരങ്ങൾ ചെലവഴിക്കാൻ സാധിക്കാത്ത ഏതൊരു ധൈര്യത്തിന് പോലും ഈയൊരു ഒറ്റ പുഷ്പാഞ്ജലി കൊണ്ട് അവന്റെ ജീവിതത്തിൽ ആത്മസംതൃപ്തിയും ഈശ്വരാനുഗ്രഹവും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നെക്കൊണ്ട് ഇന്നിവിടെ ഇത് പറയിപ്പിച്ചതും പറയാൻ തോന്നിപ്പിച്ചതും സാക്ഷാൽ ശിവഭഗവാൻ, സാക്ഷാൽ പരമേശ്വരനാണ്. ഈ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയുവാനായി ആഗ്രഹിച്ചത്. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നക്ഷത്ര വോയിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.